ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. രാവണ മാരീച സംവാദം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു. ചിത്രഭാനുകുമുദയാദ്രിമൂർധനി വന്നു. തേരതിലേറിയിടിനാൻ ദേവസഞ്ചയവൈരി. പാരാത പാരാവാര പാരമാം തീരം തത്ര മാരീജാശ്രമം പ്രാപിച്ചിടിനാനതിദ്രുതം. ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമ രാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മറുവീട്ടിന മാരീചനം. ലൗകികാത്മനാ ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടുമുത്ഥാനം ചെയ്തു. പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ. യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും, എന്തൊരാഗമനമിതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളതിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടും നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ. രാമലക്ഷ്മണന്മാരെന്നിരുവരിതുകാലം കോമളഗാത്രിയായോ രംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ. ബലാലെന്നുടെ ഭഗിനിതൻ നാസികാകുചങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താനേകനായിട്ടെതിർത്തു രണത്തിങ്കൽ. കുന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവനതിന്നു നീ. ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കേണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ.
നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തി കന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടുമീ വണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം, നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ, നല്ലതല്ലേതും നിനക്കീ തൊഴിലറിക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നരമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളു ഞാനോ നിത്യം. രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ, ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനനരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവുമർത്ഥിച്ചു ദയാനിധേ. നിൻ തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തി കന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെയെന്നു സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ. പോയാലും പുരം പുക്കു സുഖിച്ചു വസിക്ക നീ, മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ, ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ, നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ താൻ, അരവിന്ദോദ്ഭവൻ തന്നോടു സത്യം ചെയ്തു. മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ, പിന്നെ യൗവണ്ണമല്ലെന്നാക്കുവാനാളാരടോ. നന്നു നിന്നജ്ഞാനം ഞാനിങ്ങനെ ഓർത്തിയിലൊട്ടും, ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം, ഉത്തിഷ്ഠ മഹാഭാഗ പൊന്മാനായി ചമഞ്ഞുജൻ. എത്രയുമകറ്റുക രാമലക്ഷ്മണന്മാരെ, അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ.
ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതാകിലെന്നുടെ വാൾ കൂണാക്കിയിടുന്നതുണ്ടെന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചിതു മാരീച്ചനും. നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജ ഭവാനാജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തി കന്ധരൻ തേരിലമ്മാറു കരേറിനാൻ ചെന്താർ ബാണനും തേരിലേറിനാൻ അതു നേരം. ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനുമന്ധനായി ചമഞ്ഞിതു. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടി കാട്ടിലുൾപ്പൊക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും. രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാകേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിചേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേ കാന്തേ കാന്തേ കേൾനീ. രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ. നീ ഒരു കാര്യം വേണമതിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വഹ്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്കനീ ധന്യേ രാവണവധം കഴിഞ്ഞു കൂടുവോളം. ആശ്രയാശങ്കലോരാണ്ടിരുന്നിടണം ജഗദാശ്രയഭൂതേ സിതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവി താനും കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വന്ധിമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയുമപ്പോൾ. രാവണ മാരീച സംവാദം. ഇത്തരം നിരൂപിച്ചു വിദ്വേഷബുദ്ധിയാ രാമൻ തന്നെ പ്രാപിക്കണം, അല്ലാതെ ഭക്തി കൊണ്ട് എന്നിൽ ഭഗവാൻ പ്രസാദിക്കുകയില്ല എന്ന് നിരൂപിച്ചിട്ട് ഇങ്ങനെ രാത്രിയും കഴിഞ്ഞിതു. ചിത്രഭാനുവും സൂര്യൻ ഉദയാദ്രിമൂർധനി ഉദയപർവ്വതത്തിന്റെ മൂർധാവിൽ വന്നു. സൂര്യൻ ഉദിച്ചു എന്നർത്ഥം. ഉടനെ തന്നെ രാവിലെ ആയ ഉടനെ തന്നെ തേരതിലേറിയിടിനാൻ ദേവസഞ്ചയ വൈരി. ദേവന്മാരുടെ ശത്രുവായ ആ രാവണൻ തേരിൽ കയറി പാരാതെ ഒട്ടും നേരം കളയാതെ പാരാവാര പാരമാം തീരം. ലങ്ക സമുദ്രത്തിന് അങ്ങേക്കരയിലാണ്. അപ്പോൾ ആ പാരാവാര സമുദ്രത്തെ കടന്നു ഇക്കരെ വന്നു. അവിടെയാണ് മാരീചൻ താമസിക്കുന്നത്.
അങ്ങനെ പാരമാം തീരം തത്ര മാരീചാശ്രമം. മാരീചൻ ഒരു ആശ്രമമൊക്കെ കിട്ടിയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം മുൻപ് ആ ഭഗവാന്റെ സായകം അമ്പ് ഏൽക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. അതിനുശേഷം വലിയ ശ്രീരാമ ഭക്തനായിട്ട് ഒരു സന്യാസ ജീവിതം എന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് മാരീചൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ മാരീചാശ്രമം എന്ന് പറഞ്ഞത്. അവിടെ പ്രാപിച്ചീടിനാൻ അതിദ്രുതം ഘോരനാം ദശാനനൻ. ഇങ്ങനെ കാര്യഗൗരവത്തോടും അവിടെ മാരീചനെ കുറിച്ച് പറയുകയാണ്. വളരെ ഗൗരവമായിട്ട് മൗനവും പൂണ്ട് ജടാവൽക്കലാദിയും ധരിച്ച് ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ച് സമാധി പൂണ്ട് ആമോദത്തോടു മരുവീടിന മാരീചനും. ഇങ്ങനെയൊക്കെ വളരെ സമാധാനപൂർവം ആനന്ദത്തോടെ ഇരിക്കുകയാണ് മാരീചൻ. പക്ഷേ ആ സമയത്താണ് രാവണൻ അവിടെ വരുന്നത്. ലൗകികാത്മന, ഇവിടെ പൂർണ്ണമായും ആനന്ദ അനുഭവത്തിൽ സമാധിയിലിരിക്കുന്ന മാരീചന്റെ അടുത്ത് തികച്ചും ലൗകികമായ ഒരു കാര്യവും കൊണ്ട് ഗൃഹത്തിങ്കലാഗതനായ ആരാണ്? ലോകോപദ്രവകാരിയായ രാവണൻ. ആ രാവണൻ തന്നെ കണ്ട് സംഭ്രമത്തോടെ, കാരണം വെറുതെ ഒന്നും വരില്ല, വരുന്നത് തീർച്ചയായും ആരെയെങ്കിലും ഉപദ്രവിക്കാനായിരിക്കും. അതാണ് ലോകോപദ്രവകാരിയായ രാവണൻ വന്നപ്പോൾ സംഭ്രമത്തോടെ ഉത്ഥാനം ചെയ്തു. എന്നാൽ ബന്ധുവാണ്, അതുകൊണ്ട് ഉത്ഥാനം ചെയ്ത ഉടനെ പൂണ്ടുകൊണ്ട് നേരെ കെട്ടിപ്പിടിച്ച് തൻ മാറിലണച്ച് ആനന്ദാശ്രുക്കളോടും, എന്നാൽ ബന്ധുവാണ്, അതിൻ്റെ ഒരു സ്നേഹമൊക്കെ ഉണ്ട്, അതുകൊണ്ടുള്ള സന്തോഷത്താൽ പൂജിച്ചു, യഥാവിധി മാനിച്ചു. ദശകണ്ഠൻ യോജിച്ചു. ദശകണ്ഠന് അപ്പോൾ സന്തോഷമായി. ചിത്തം അപ്പോൾ ആ മനസ്സ്, ദശകണ്ഠന്റെ രാവണന്റെ മനസ്സ് സന്തോഷമായി ഇരിക്കുകയാണ്. അങ്ങനെ ചോദിച്ചു മാരീചനും, എന്തൊരാഗമനം, ഇത് ഏകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. എന്തോ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ടാണ് ഈ വരവ് എന്നെനിക്ക് മനസ്സിലായി. എന്താണ് കാര്യം? ചൊല്ലുക, രഹസ്യമല്ലെങ്കിലോ. രഹസ്യമല്ല എങ്കിൽ എന്നോട് പറയുക. ഞാനും തവ നല്ലത് വരുത്തുവാൻ ഉള്ളതിൽ മുമ്പനല്ലോ. എപ്പോഴും എന്തിനും രാവണന് നല്ലത് വരുത്താൻ മാത്രമേ ഞാൻ മുന്നിൽ നിന്നിട്ടുള്ളൂ. അങ്ങനെ നിന്നവരിൽ മുമ്പൻ ഞാനല്ലോ. എന്നാൽ ഒരു കാര്യം മുന്നേ പറയുകയാണ്, ന്യായമായിട്ട് നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം, ആരെയും ഉപദ്രവിക്കാനല്ല, നിനക്ക് അല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള ഉപകാരം വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത് നിഷ്കൽമഷമായിരിക്കണം, ആരെയും ഉപദ്രവിക്കുന്നതാവരുത് എന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ. അവിടെയും മായ, വ്യാജ പ്രവർത്തനം ഒന്നുമില്ലാതെ നേരാവണ്ണം ചെയ്യാനാണെങ്കിൽ മടിയില്ല എനിക്കേതും, എനിക്ക് മടിയില്ല. ഇങ്ങനെ മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്ക് നിന്നെപ്പോലെ മുട്ടും നേരം. അതായത് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ എനിക്ക് നീയാണൊരാശ്രയം. ഇനി കാര്യം പറയുകയാണ്. സാകേത അധിപനായ രാജാവ് ദശരഥൻ ലോകൈക അധിപൻ. ഇങ്ങനെയുള്ള ദശരഥന്റെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാർ എന്നിരുവരും ഇത് കാലം ഇപ്പോൾ അവരെവിടെയുണ്ട്? കോമളഗാത്രിയായൊരങ്കനാരത്നത്തോടും നല്ലൊരു സുന്ദരിയായ ഭാര്യയോടൊത്ത് ദണ്ഡകാരണ്യേ വന്നു വാഴുന്നു. ഇതവർ ബലാൽ എന്നുടെ ഭഗിനിതൻ നാസിക കുജങ്ങളും കർണവും ഛേദിച്ചത് കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000. എന്നാൽ അവരെയും നിന്ന് താൻ ഏകനായിട്ടെതിർത്തു. ഒറ്റയ്ക്കാണ് ശ്രീരാമചന്ദ്രൻ അവരെ എതിർത്തത് രണത്തിങ്കൽ. എന്നിട്ട് കൊന്നിതു 3.25 നാഴിക കൊണ്ട് രാമൻ. തൽ പ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവൻ. അതിന്നു നീ. എനിക്ക് ആ സീതയെക്കുറിച്ച് കേട്ടപ്പോൾ അത്യധികമായ ഒരു ആസക്തി. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നീ എന്നെ സഹായിക്കണം. എന്താണ് വേണ്ടത്? ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്ന്
സ്വർണവർണ്ണം പൂണ്ട ഒരു മാനായിട്ട് അടവിയിൽ ആ കാട്ടിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. അപ്പോൾ സ്ത്രീകളെ മയക്കാൻ ഏറ്റവും നല്ലത് സ്വർണമാണെന്ന് പണ്ടേ പറഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ സ്വർണമാനായിട്ട് പോയി നീ സീതയെ മോഹിപ്പിക്കണം. അങ്ങനെ രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. എന്നാൽ വാമഗാത്രിയെ, അപ്പോൾ സുന്ദരിയായ ആ സീതയെ കൊണ്ടു ഞാൻ പോന്നിടുവൻ, ഞാൻ കൊണ്ടുവന്നേക്കാം, എനിക്ക് അതാണ് വേണ്ടത്. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടും. നീ എന്നെ ഈ വിധത്തിൽ സഹായിക്കുകയാണെങ്കിൽ എൻ്റെ മനോരഥം, മാമകം മനോരഥം സാധിച്ചിടും. ഇല്ല സംശയം, എനിക്കൊരു സംശയവുമില്ല. കാരണം നീ ഒരു കാര്യം ഏറ്റെടുത്താൽ അതിൽ വിജയിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. പങ്ക്തികന്ധര വാക്യം കേട്ട്, പങ്ക്തികന്ധരൻ രാവണൻ, രാവണന്റെ വാക്യം കേട്ട് മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണം ഉര ചെയ്താൻ. ആകെ ഭയപ്പെട്ടു. എന്തോ ഏടാകൂടമാണെന്ന് തോന്നിയിരുന്നു. എന്നാൽ ഇത് ഇത്ര വലിയ ഒരു പ്രതിസന്ധി തനിക്ക് തരുമെന്ന് മാരീചൻ വിചാരിച്ചതേയില്ല. ആരെ ധ്യാനിച്ചുകൊണ്ടാണോ ആനന്ദമായിട്ട് ഞാൻ ഇരിക്കുന്നത്, അതേ രാമനെ തന്നെ കബളിപ്പിക്കാനാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ രാവണനോട് ചോദിക്കുകയാണ്, ആരുപദേശിച്ചിതു? നിന്നോട് ആരാ ഇതൊക്കെ ഉപദേശിച്ചത്? മൂലനാശനമായ കാര്യം, നിന്റെ വംശനാശം വരുത്താൻ തക്കതായ ഈ ഒരു കാര്യം ആരാണ് ഉപദേശിച്ചത്? ആരായാലും ശരി, നിന്നോട് ഈ കാര്യം നിന്നോട് ഉപദേശിച്ച അവൻ നിന്നുടെ ശത്രുവല്ലോ, നിന്നോട് ശത്രുവാണ്. കാരണം നീ നശിച്ച് കാണണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ മാത്രമേ ഇത്തരത്തിൽ നിന്നെ ഉപദേശിക്കുകയുള്ളൂ. അതാരാണോ അവൻ നിന്റെ ശത്രു തന്നെയാണ്. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാണ്. അതായത് നീ നശിച്ചു കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ശത്രുവാണ് അവൻ. ഇനി ഞാൻ പറയാം എന്താണ് നിനക്ക് നല്ലത്. നല്ലത് നിനക്ക് ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കീ തൊഴിലറിയുക നീ. ഇപ്പോൾ ഈ പറഞ്ഞത് അത്രയും വിഡ്ഢിത്തമായ കാര്യമാണ്. നിന്റെ നാശത്തിന് നീ തന്നെ വഴിവെച്ചു കൊടുക്കുന്ന പോലെയാണ്. അതുകൊണ്ട് ഇത് നിനക്ക് നല്ലതല്ല. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ട് അകതാരിൽ, അന്ന് ശ്രീരാമചന്ദ്രനെ ഉപദ്രവിക്കാൻ പോയതിനു ശേഷം ആ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ട് മാമകെ, എന്റെ ഉള്ളിൽ രാ എന്ന് തുടങ്ങുന്ന വാക്കുകളെ എനിക്ക് പേടിയാണ്. രാജരത്നം, രമണി, രഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം. ഇവിടെ പേടി മാത്രമല്ല ഭക്തിയുമുണ്ട്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ആനന്ദത്തോടെ ഇരിക്കുകയായിരുന്നു മാരീചൻ എന്ന്. രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. നിനക്കിപ്പോൾ നല്ല രീതിയിൽ ആ രാജ്യം ഭരിച്ച് മിണ്ടാതിരുന്നാൽ പോരെ? എന്തിനാണ് സ്വന്തം കുഴി തോണ്ടുന്നത്? രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ സാധാരണക്കാരനല്ല, പരമാത്മാവ് തന്നെ രാമൻ. ഞാൻ അതിൻ പരമാർത്ഥം അറിഞ്ഞേൻ, ഞാനത് അറിഞ്ഞ ആളാണ്. കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞ് പണ്ട് ഓരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭു. ഞാൻ നേരിട്ടറിഞ്ഞതാണ്. മാത്രമല്ല നാരദാദി മുനിമാർ പല രീതിയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമുണ്ട്. ഇനി നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പത്മസംഭവൻ ബ്രഹ്മാവ് മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ ശ്രീനാരായണൻ മഹാവിഷ്ണു അരുൾ ചെയ്തിതു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നത് ചൊല്ലുകെന്നതു കേട്ടു. അപ്പോൾ ബ്രഹ്മാവ് പരാതി പറയാൻ പോയപ്പോൾ മഹാവിഷ്ണു ചോദിച്ചിരുന്നു എന്താ ഞാൻ വേണ്ടത് എന്ന്. അപ്പോൾ ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു പ്രാർത്ഥിച്ചു, ദയാനിധേ നിൻ തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ട് പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. രാവണ, നിന്നെ കൊല്ലാനുള്ള വരമാണ് ബ്രഹ്മാവ് ചോദിച്ചത്. അങ്ങനെ തന്നെ എന്ന് സമയം ചെയ്തു നാഥൻ. അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്ത ആളാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവാണ് ഇപ്പോൾ രാമനായി വന്നിരിക്കുന്നത്. മംഗളം വരുത്തുവാൻ. എന്തിനു വേണ്ടി? ദേവതാപസർക്കെല്ലാം മംഗളം വരുത്തുവാൻ.
നിന്നെ കൊണ്ടുള്ള ശല്യം സഹിക്കാതെ, അത് ദേവന്മാർക്കും താപസന്മാർക്കുമാണ് കൂടുതൽ ദോഷകരമായത്. അതുകൊണ്ട് അവർക്ക് മംഗളത്തെ വരുത്തുവാൻ ശ്രീരാമചന്ദ്രനായി വന്നു. മാനുഷനല്ല രാമൻ, സാക്ഷാൽ ശ്രീനാരായണൻ താനെന്ന് ധരിച്ച് സേവിച്ചുകൊള്ളുക ഭക്തിയ. ഞാൻ ഉപദേശിക്കുകയാണ്, നീ സേവിക്കൂ. കാരണം ഭക്തി കൊണ്ട് ആ ഭഗവാൻ അനുഗ്രഹിക്കും നിന്നെ. അതുകൊണ്ട് പോയാലും നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക. പുരം പൊക്കു സുഖിച്ചു വസിക്ക, നീ നല്ല സുഖമായിട്ട് ജീവിക്കുകയല്ലേ രാവണ. എന്തിനാണ് ഈ വേണ്ടാത്ത ഓരോ കാര്യത്തിന് ഇടപെടുന്നത്? എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ, സാക്ഷാൽ നാരായണൻ അത്രയും കരുണാമയനാണ്. നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ നിന്നെ കൊല്ലാനാണ് വന്നതെങ്കിലും നീ പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷെ ആ ഭഗവാൻ പോലും നിന്നിൽ പ്രസാദിക്കും. ഭക്തവത്സലനാണ്, ഭജനീയൻ, ഈശ്വരൻ, നാഥൻ. മാരീചൻ പറഞ്ഞത് കേട്ട് രാവണൻ ചൊന്നാൻ, നേരത്രേ പറഞ്ഞത് നിർമ്മലനല്ലോ ഭവാൻ. നീ പറഞ്ഞത് സത്യമാണ്, എനിക്കറിയാം. എന്നാൽ രാവണൻ വളരെ വിചിത്രമായൊരു ചോദ്യം ചോദിക്കുകയാണ്. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ താൻ അരവിന്ദോത്ഭവൻ തന്നോട്, അരവിന്ദോത്ഭവൻ ബ്രഹ്മാവിനോട് ആ പരമാത്മാവ് സത്യം ചെയ്തു, മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ. അങ്ങനെ സത്യം ചെയ്തല്ലോ. അങ്ങനെ ഭഗവാൻ ഭാവിച്ചത് അങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ, സത്യസങ്കല്പനാണ് ഭഗവാൻ. അതായത് എന്തെങ്കിലും ഒന്ന് സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. അങ്ങനെയുള്ള ഭഗവാൻ താനെങ്കിലോ, ഭഗവാൻ സത്യസങ്കല്പനാണ്, പറഞ്ഞത് അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത് ചെയ്തിരിക്കും. അപ്പോൾ അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഭഗവാൻ എന്നെ കൊല്ലുമെന്ന്. എങ്കിൽ പിന്നെ ഔവണ്ണമല്ലെന്നാക്കുവാൻ ആളാരടോ. പിന്നെ എന്ത് നമ്മൾ കളിച്ചാലും ഭഗവാൻ എന്നെ കൊല്ലുമെന്ന് ഉറപ്പിച്ചാൽ പിന്നെ കൊല്ലുകയില്ലേ? അതിന് എന്തെങ്കിലും മാറ്റം വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതാണ് രാവണൻ ചോദിക്കുന്നത്. നന്നു നിൻ അജ്ഞാനം, സത്യത്തിൽ നീയാണ് അജ്ഞാനി. ഞാൻ ഇങ്ങനെ ഓർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും, നീ ഇങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. കാരണം എന്നെ കൊല്ലാനാണ് വന്നതെങ്കിൽ അത് സാധിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എന്നെ കൊണ്ട് ഈ ചെയ്യിക്കുന്നതും ആ വഴി തെളിയിക്കുന്നതും ഭഗവാൻ തന്നെ ആയിരിക്കുമല്ലോ. ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ സങ്കല്പം പൂർത്തിയാക്കാൻ ഞാനും അങ്ങോട്ട് ഒരു വഴി തെളിയിച്ചു കൊടുക്കുകയാണ്. ഒരു കാരണവശാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ല. ചെന്ന് മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം, നീ കൊണ്ടുവരിക തന്നെ വേണം. ഉത്തിഷ്ഠ മഹാഭാഗ, എത്രയും പെട്ടെന്ന് എഴുന്നേറ്റു പോകൂ. പൊന്മാനായി ചമഞ്ഞു ചെന്ന് എത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. നീ ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുക. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ. നീ വേറെ ഒന്നും ചെയ്യണ്ട, നീ ആരെയും ഉപദ്രവിക്കുന്നില്ല, ചെയ്യുന്നത് ഞാനല്ലേ, പിന്നെ എന്താണ് പ്രശ്നം? അതുകൊണ്ട് നീ ചെന്ന് അവിടെ സീതയെ മോഹിപ്പിക്കുക, ബാക്കി ഞാൻ ചെയ്തു കൊള്ളാം. രാമലക്ഷ്മണന്മാരെ അകറ്റുക, ബാക്കി ഞാൻ ചെയ്തു കൊള്ളാം. അന്നേരം തേരിലേറ്റി ഞാൻ സീതയെയും കൊണ്ട് ഇങ്ങു പോന്നിടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ സുഖമായിട്ട് വന്നുകൊള്ളുക, നീ വാഴുക. ഒന്നിനി മറുത്ത് നീ ഉര ചെയ്യുന്നാകിൽ എന്നുടെ വാൾക്ക് ഊണാക്കിയിടുന്നതുണ്ടിന്ന് തന്നെ. നീ ഇനി എന്തെങ്കിലും മറുത്തു പറഞ്ഞാൽ എന്റെ വാളിന് നീ ഊണാകുമെന്നാൽ നീ ഇരയാകിത്തീരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്നത് കേൾക്കുക എന്നതു കേട്ടു വിചാരിച്ചിതു മാരീചനും. ഇത് കേട്ടപ്പോൾ മാരീചൻ വിചാരിച്ചു, നന്നല്ല ദുഷ്ടായുധമേറ്റ് നിര്യാണം വന്നാൽ. ദുഷ്ടന്മാരുടെ ആയുധമേറ്റ് മരിച്ചാൽ പോലും അത് പാപമായി തീരും. അപ്പോൾ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. അപ്പോൾ ഞാൻ നരകത്തിൽ പോയി കിടക്കേണ്ടി വരും. അതിലും നല്ലത് പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാൽ. അപ്പോൾ രാമൻ എന്നെ കൊല്ലുമെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോൾ ഇത് തനിക്കും
മരിക്കാനുള്ള സമയം ആയിരിക്കുന്നു എന്നതിൻ്റെ തെളിവായിരിക്കാം. അതും ശ്രീരാമചന്ദ്രന്റെ ആ അമ്പ് കൊണ്ടിട്ടെങ്കിലും എനിക്ക് മരിക്കാൻ സാധിക്കുമെങ്കിൽ അത് പുണ്യമായി തീരും എന്ന് ചിന്തിച്ച് ആമോദം പൂണ്ടു പുറപ്പെട്ടാലും എന്നാൽ പിന്നെ ശരി നമുക്ക് പോകാം എന്ന് ചൊന്നാൻ. രാക്ഷസരാജ, ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി. ശരി ഭവാൻ, നീ ആജ്ഞാപിച്ചതുപോലെ ഞാൻ ചെയ്യാൻ പോവുകയാണ്. എന്നെ സാക്ഷാൽ ശ്രീരാമൻ രക്ഷിച്ചു കൊള്ളട്ടെ എന്നുര ചെയ്ത് വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. അങ്ങനെ ഒരു പൊന്മാനായി തീർന്നിട്ട് പങ്ക്തിഗന്ധരൻ തേരിൽ അമ്മാറ് കരയേറിനാൻ. രാവണൻ വന്ന ആ തേരിൽ തന്നെയാണ് മാരീചനും കയറിയത്. ഇവിടെ എഴുത്തച്ഛൻ പറയുകയാണ്, ഈ മാരീചൻ കയറിയതിന്റെ പുറകെ ചെന്താർ ബാണനും തേരിലേറിനാൻ. ചെന്താർ ബാണൻ കാമദേവൻ. കാരണം കാമദേവനാൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ് രാവണൻ. അത് പറയാൻ വേണ്ടി പറയുകയാണ്. ചെന്താർ ബാണനും തേരിലേറിനാൻ അതു നേരം. ഇവിടെ ആ പ്രാസം ഒപ്പിക്കാൻ വേണ്ടിയും കൂടെയാണ് അടുത്ത വരി. ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ, അത്രയും സുന്ദരിയായ സീതാദേവിയെ തന്നെ ഉള്ളിൽ ചിന്തിച്ച് ദശാസ്യനും അന്ധനായി ചമഞ്ഞിതു. പ്രണയം വന്നാൽ കണ്ണു കാണില്ല എന്ന് പറയും. അങ്ങനെ അന്ധനായ പോലെയായി മാരീചൻ മനോഹരമായൊരു പൊന്മാനായി, ചാരുപുള്ളികൾ, വെള്ളികൊണ്ട് നേത്രങ്ങൾ, നല്ല പുള്ളികളുള്ള, ഒപ്പം കണ്ണുകളാണെങ്കിൽ വെള്ളി കൊണ്ടാണോ ഉണ്ടാക്കിയത് എന്ന് തോന്നുന്ന അത്രയും തിളക്കമുള്ള കണ്ണുകൾ, നീലക്കൽ കൊണ്ട് ചേർത്ത് മുഗ്ധഭാവത്തോടോരോ, അവിടെ ആ വെള്ളി നിറത്തിലുള്ള കണ്ണിന്റെ ഉള്ളിലുള്ള ഒരു കൃഷ്ണമണിയാകട്ടെ നല്ല നീലക്കല്ല് പോലെയാണ്, തിളങ്ങുകയാണ്. എന്നിട്ട് മുഗ്ധഭാവത്തോടെ, ആരെയും മോഹിപ്പിക്കുന്ന ഭാവത്തോടെ ഓരോ ലീലകൾ കാട്ടി കാട്ടിൽ ഉൾപ്പൊക്കും, പിന്നെ വേഗേന പുറപ്പെട്ടും ഇടക്ക് മറഞ്ഞു പോകും, പിന്നെ വീണ്ടും തുള്ളിച്ചാടി വരും. ഇങ്ങനെ പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന, ആർക്കും ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു ഭാവത്താൽ ദൂരെ പോയി നിന്ന് കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ, അങ്ങനെ ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്ന ആ ആശ്രമത്തിൽ വന്ന് സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. ഇത് തന്നെയായിരുന്നു വേണ്ടതും. അങ്ങനെ സീത കണ്ട് ആശ്ചര്യപ്പെട്ടു. രാവണ വിചേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ. എന്നാൽ ശ്രീരാമചന്ദ്രൻ എല്ലാം മനസ്സിലാക്കി. രാവണൻ വരാറായിരിക്കുന്നു. അങ്ങനെ രാവണന്റെ ചേഷ്ടിതമൊക്കെ അറിഞ്ഞ രഘുനാഥൻ സീതാദേവിയോട് അരുൾ ചെയ്താൻ ഏകാന്തേ. അത് ലക്ഷ്മണൻ പോലും കേട്ടില്ല എന്നാണ്. അതാണ് ഏകാന്തേ. പറയുകയാണ് ദേവിയോട്, കാന്തേ കേൾ നീ, രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരും അന്തികേ ജനകജേ. എത്രയും പെട്ടെന്ന് രാവണൻ ഇവിടെ എത്തും. അതുകൊണ്ട് സീതാദേവി, നീ ഒരു കാര്യം വേണം, അതിന് മടിയാതെ മായാസീതയെ, നിന്റെ യഥാർത്ഥ രൂപത്തെ നീ ഇവിടുന്ന് മാറ്റണം. ഇവിടെ ഒരു മായാസീതയെ കൽപ്പിച്ച് നീ വെക്കണം, പർണശാലയിൽ നിർത്തിയിടണം. എന്നിട്ട് ദേവി വഹ്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക, നീ അഗ്നികുണ്ഠത്തിൽ കുറെ നാൾ അങ്ങനെ ഇരിക്കണം. ധന്യേ, എപ്പോൾ രാവണവധം കഴിഞ്ഞുകൂടുവോളം, രാവണൻ മരിക്കുവോളം ദേവി ആ അഗ്നിയിൽ തന്നെ കഴിയണം. ആശ്രയാശങ്കൽ, അതായത് അഗ്നിയിലിങ്കൽ ഒരാണ്ട്, ഒരു വർഷം ഇരിക്കണം എന്ന് വെച്ചാൽ, ഇനി രാവണൻ വധിക്കപ്പെടണമെങ്കിൽ ഇനിയുമുണ്ടൊരു വർഷം. അത്രയും കാലം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം, ഈ ധർമ്മം എന്തിനു വേണ്ടിയാണോ ഞാൻ അവതരിച്ചത് ആ ധർമ്മത്തെ രക്ഷിക്കാൻ ദേവി അഗ്നിയിൽ മറഞ്ഞിരിക്കണം. രാമചന്ദ്രോക്തി കേട്ട് ജാനകീദേവി താനും കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വഹ്നിമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയപ്പോൾ. മഹാവിഷ്ണുവിന്റെ മായാസ്വരൂപിണിയായ ആ ആദിപരാശക്തിയായ ദേവി
ഇപ്പോൾ അഗ്നിമണ്ഡലത്തിൽ തന്നെ സ്വയം ഒളിപ്പിച്ചു വെച്ചു. അവിടെ പർണശാലയിൽ മായാസീതയെ പ്രതിഷ്ഠിച്ചു, അല്ലെങ്കിൽ അവിടെ മായാസീതയെ ഉണ്ടാക്കി. പുറത്തു നിന്നുള്ളവർക്ക് അത് സീതയാണ് എന്ന് തോന്നുന്ന വിധത്തിൽ ആ മായാസീത അവിടെ പെരുമാറാൻ തുടങ്ങി. ഓം ശ്രീരാമചന്ദ്രായ നമഃ.